ആ വരൂ. മിസ്സസ് വർമ്മ അല്ലേ? ഇരിക്കും. നിങ്ങൾ എപ്പോഴാണ് ഇത് കണ്ടത്? രാവിലെ എഴുന്നേറ്റപ്പോ. സാധാരണ മിസ്റ്റർ വർമ്മ പരസഹായമില്ലാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാറുണ്ടോ? എന്റെ ഓർമ്മയിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അന്ന് വളരെ ബുദ്ധിമുട്ടായി പോയതുകൊണ്ട് പിന്നീട് ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇന്നലെ രാത്രി നിങ്ങൾ എപ്പോഴാണ് കിടന്നത്? ന്യൂ ഇയർ ആയിരുന്നുകൊണ്ട് ഞങ്ങളുടെ ഗസ്റ്റായി ഡോക്ടർ തോമസ് കുര്യൻ ഉണ്ടായിരുന്നു. ആഹാരം കഴിഞ്ഞ് 1 മണിയോടെ അദ്ദേഹം പോയി. ഒട്ടും താമസിക്കാതെ ഞങ്ങൾ കിടക്കുകയും ചെയ്തു. ഇന്നലെ പ്രത്യേകിച്ച് സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ചോദിച്ചപ്പോ തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. അതിന് ഞാൻ പിൽസ് കൊടുക്കുകയും ചെയ്തു. എന്ത് പിൽസ്? നോവാൽജിൻ. ഉറങ്ങാൻ കിടന്നപ്പോ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? പാല് കുടിച്ചു. ഉറക്കത്തിൽ ശബ്ദമൊന്നും കേട്ടില്ലേ? പുറത്ത് ന്യൂ ഇയർ ആഘോഷം നടക്കുന്നുണ്ട്. പടക്കത്തിന്റെ ശബ്ദം കേട്ടിരുന്നു. നേരം വെളുത്തപ്പോഴാണ് ഞാൻ ശരി, നിങ്ങളെപ്പം റിലാക്സ് ചെയ്യും. എന്താണോ തന്റെ പേര്? രായപ്പൻ. എന്തു പറ്റി? എപ്പോഴും കുളിരാ സാറേ. കുളിരൊക്കെ ഞാൻ മാറ്റിത്തരാം കേട്ടോ. എങ്ങനെയാണോ മാറ്റുന്നത്? നീ എത്ര കാലമായി പണിയെടുക്കുന്നു? 5-6 കൊല്ലമായി. കൃത്യമായിട്ട് അറിയില്ല? അറിയാം, 6 കൊല്ലമായി. ശമ്പളമൊക്കെ കൃത്യമായി തരാറുണ്ടോ? തരാറുണ്ടോന്ന് ചോദിച്ചാ ഞാൻ കൃത്യമായി വാങ്ങിക്കാറുണ്ട്. ഇന്നലെ ആരൊക്കെ വന്നടാ ഇവിടെ? പകൽ ആരും വന്നില്ല. പ്രത്യേകിച്ച് രാത്രി ഡോക്ടർ സാർ ആഹാരം കഴിക്കാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു. അതിനുള്ള ഒരുക്കവും ഉണ്ടായിരുന്നു ഇവിടെ. ഡോക്ടർ പോയതിനു ശേഷം നീ എന്തിനാ മുകളിലേക്ക് പോയത്? ഞാൻ വെറുതെ പോയില്ല. വരണ്ടാന്ന് പറഞ്ഞ കാരണം ഞാൻ പോയില്ല. ആര്? വർമ്മ സാറ്. രാവിലെ കൊച്ചമ്മയുടെ കരച്ചില് കേട്ടാ ഞാൻ എഴുന്നേറ്റത്. നിന്നെ കണ്ട ഒരു കള്ളന്റെ ലക്ഷണം ഉണ്ടല്ലോടാ. ഞാൻ കൊച്ചിലേ മുതൽ ഇങ്ങനെയാ. അയ്യോ, നീ ഇന്നലെ എത്ര മണിക്ക് ഉറങ്ങി? 12 മണി ആയി കാണും. വേറെ ഒരു ശബ്ദവും കേട്ടില്ലേ? ഇല്ല. കൊച്ചമ്മയും സാറും തമ്മിലുള്ള സംസാരം ഒന്നും ഇല്ല. അമ്മ തന്നെ. നീ വയ്ക്കോ. നിങ്ങൾ ആരാ? ഞാനിവിടുത്തെ മാനേജരാ. പേര്? ജഗദീഷ്. നിങ്ങൾ എവിടുന്ന് വരുന്നു? എനിക്കിവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ ഇവിടുന്ന് ഇന്നലെ എപ്പോഴാ പോയത്? മിനിയാന്ന് പോയതാ. നാട്ടിൽ പോകാൻ 2 ദിവസത്തെ ലീവ് വാങ്ങി. നല്ല സുഖമില്ലാത്തോണ്ട് പോയില്ല. ഇന്ന് പോകാമെന്ന് കരുതി. ഇന്നലെ ഇവിടെ വരാൻ പറ്റിയില്ല. വന്നെന്ന് രാജപ്പൻ പറഞ്ഞല്ലോ. ഇല്ല സർ, ഇന്നലെ മുഴുവൻ ഞാൻ കിടപ്പിലായിരുന്നു. എനിക്കൊന്ന് മാഡത്തിനെ കാണണമായിരുന്നു. ഐ എം ഡോക്ടർ തോമസ് കുര്യൻ. ബോഡി കൊണ്ടുപോയി? ഇല്ല. ഇന്നലെ രാത്രി ഏകദേശം 1 മണി വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ പിരിയുമ്പോൾ വർമ്മ വളരെ സന്തോഷത്തോടെയാണ് യാത്ര പറഞ്ഞത്. ഐ കാൻ ബിലീവ് ഇറ്റ്. എനിക്ക് ഡെഡ് ബോഡി ഒന്ന് കാണണം. എന്തായി? കഴിഞ്ഞു സർ. പുറത്ത് വെയിറ്റ് ചെയ്യും സർ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഇന്നലത്തെ സംസാരത്തിൽ ഡോക്ടർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞങ്ങൾ തമ്മിൽ 10 വർഷത്തെ സ്നേഹബന്ധമാണ്. പക്ഷെ ഇന്നലെ കുഞ്ഞുങ്ങളില്ല എന്നുള്ള ദുഃഖമൊഴിച്ചാൽ അദ്ദേഹം ഹാപ്പി ആയിരുന്നു. ഡോണ്ട് മിസ്റ്റേക്ക് മീ.
എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് തരണം. ഓഫ് കോഴ്സ്, വൈ നോട്ട്? താങ്ക് യു. ജഗദീഷ് എപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. എങ്ങനെ അറിഞ്ഞു? ആ അഗസ്റ്റ് 3 പറഞ്ഞതാ. ഇതെങ്ങനെ സംഭവിച്ചു? എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണ്ടിയിരുന്നു. ഞാനിപ്പോ കൊണ്ടുവരാം, പ്ലീസ്. ആത്മഹത്യ തന്നെയല്ലേ? ഞാൻ പോകുന്നു. കുട്ടിയെ സ്കൂളിൽ വിടണം. അതിനടുത്തുള്ള ശ്മശാന ഓർമ്മ വേണം. ഉം? വിനു, വിനു, എടാ ഇത് കണ്ടോ? വർമ്മ മുതലാളി ആത്മഹത്യ ചെയ്തു. ഇന്നലെ രാത്രിയാണല്ലോ സംഭവം. എടാ, നീ ഇന്നലെ എത്ര മണിക്കാ മടങ്ങി വന്നത്? ഞാൻ അല്പം ലേറ്റായി. സത്യം പറ, അവിടെ എന്താ നടന്നത്? എന്ത്? നിനക്കൊന്നും അറിയില്ലേ? എന്തറിയില്ലെന്ന്? നീ ഇന്നലെ എവിടെയായിരുന്നു? എടാ, നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? പോലീസ് അന്വേഷിച്ചു വരുമെന്ന് അറിയാനാ. ഞാനല്ല വന്നത്. പിന്നെ ആരാ? അയാൾ ആത്മഹത്യ ചെയ്താണെന്ന് നീ പേപ്പറിൽ വായിച്ചില്ലേ? ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ അച്ഛന്റെ സ്ഥാനത്തായിരുന്നു അദ്ദേഹം. എല്ലാം കഴിഞ്ഞു. ഇനി നാട്ടിലേക്ക് മടങ്ങിപ്പോയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. നിങ്ങൾ ഇവിടെ ഉള്ളതാ എന്റെ ഏക ആശ്വാസം. ജഗദീഷും കൂടി ഇവിടുന്ന് പോയാ അവൾ ആകെ തകരും. പിന്നെ എന്റെ കുഞ്ഞിന് ആരാ ഒരു സഹായത്തിന്?